എല്ലാവർക്കും ജെ പി ടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെയാണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെയാണ്. സോ ഞാൻ പറയുന്നു, ഇതുപോലെയുള്ള സംഭവം മാപ്പിൽ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ സിമ്പൽ നിങ്ങളടുത്ത് നാളെ ചോദിക്കുമെന്നുള്ള ഇത് പഠിച്ച് വെച്ച് പോകുന്ന വാർത്തയിലേ കാണുന്നത്. പിന്നെ ഇത് ഇവിടെ കണ്ടത് നിങ്ങൾക്കൊരു മാപ്പ്, ഇതുപോലൊരു മാപ്പ് തരും നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇത് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും. എന്നിട്ട് ഇത് തന്നുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം, ഇത് വരയ്ക്കണമെന്നല്ല. ഇവിടെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. ഇത് പഠിക്കാൻ ഞാനൊരു ഈസി വഴി പറഞ്ഞുതരാം. നോർത്ത്, സൗത്ത്, നോർത്ത് നേരെ ഓപ്പോസിറ്റ് സൗത്ത്, അതുപോലെ തന്നെ വെസ്റ്റ്, ഈസ്റ്റ്. അതിന് പഠിക്കാനൊരു വഴി എന്താ വെച്ചാൽ ന്യൂസ്. അപ്പോൾ ന്യൂസ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്. അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്താനൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരുമെന്നുള്ളതാണ്. ഇനി ഇതുപോലെ ഒരു പ്രൊജക്റ്റൊക്കെ തന്നിട്ട് നിങ്ങളോട് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരള മിഷനാണ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് സോ ഓരോ പ്രൊജക്റ്റുകളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എന്തായാലും ക്വസ്റ്റ്യനിൽ വരും. ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ക്ലാസ് 5 സോഷ്യൽ സയൻസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഞാൻ. ഓക്കെ, ഇത് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ച് തന്നെ പോവുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരള മിഷന്, മാലിന്യമുക്ത നവകേരളം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. പിന്നെ എന്താണ് തിരിഞ്ഞൊഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞ സംഭവം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. ജയ് ജീവൻ മിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ജൽ ജീവൻ മിഷൻ ആട്ടോ, സോറി തെറ്റിപ്പോയി. അപ്പോൾ ജൽ ജീവൻ മിഷൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അത് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ എന്നും വരാൻ ചാൻസ് ഉണ്ട്. രണ്ടിലൊന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ടേബിൾ തന്നെ വരണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലോ വൺ വേർഡൊക്കെ ആയിട്ട് വരും. ഇത് അടുത്തൊരു പ്രഡിക്ഷനാണ്, പിടിച്ചോ. നിങ്ങളടുത്ത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലാസ് 5 സോഷ്യൽ സയൻസിൻ്റെ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഇതുപോലൊരു റൊട്ടേഷനും റെവല്യൂഷനും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ കാണാം. അല്ലെങ്കിൽ വാട്ട് ഈസ് റൊട്ടേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് റെവല്യൂഷൻ എന്ന് ചോദിക്കുമെന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ഇത് രണ്ടും എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. വാട്ട് ഈസ് റൊട്ടേഷൻ എന്ന് ചോദിക്കാം, ചിലപ്പം വാട്ട് ഈസ് റെവല്യൂഷൻ എന്ന് ചോദിക്കാം, ചിലപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറയാം. സോ നിങ്ങൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ച് വെച്ചോളാം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് സ്പിൻ ഓൺ ഇറ്റ്സ് ആക്സിസ്. നിങ്ങൾ മനസ്സിലാക്കിയേക്കാം, എർത്ത് എന്ത് ചെയ്യുന്നു, ആക്സിസിലാണ് സ്പിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റൊട്ടേഷനിൽ എർത്ത് സ്പിൻ ചെയ്യുന്നത് അതിൻ്റെ ആക്സിസിലാണ്. പിന്നെ എന്താണ് റൊട്ടേഷൻ, ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഡ്യൂ ടു റൊട്ടേഷൻ. ഡേയും നൈറ്റും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെച്ചാൽ റൊട്ടേഷൻ കാരണം കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങളോട് ചോദ്യം ചോദിക്കും, അമേരിക്കയിലുള്ള ഒരു കുട്ടി രാവിലെ ആണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു കുട്ടി രാത്രിയാണ്. സോ അതെന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ റൊട്ടേഷൻ കാരണം കേട്ടോ വരുന്നത്. ഓർത്ത് വെക്കുക, റൊട്ടേഷൻ കാരണമാണ്. അപ്പോൾ അമേരിക്കയിൽ രാവിലെ ആണെങ്കിൽ ഇന്ത്യയിൽ രാത്രി ആവുന്നു, അത് ഓർത്ത് വെക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കുക, റൊട്ടേഷൻ കാരണമാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്. മാത്രമല്ല എർത്ത് സ്പിൻ ചെയ്യുന്നത് അതിൻ്റെ ആക്സിസിലാണ്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എർത്ത് മൂവ് അറൗണ്ട് ദ സൺ ഓൺ ഫിക്സ്ഡ് ഓർബിറ്റ്. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു, കറങ്ങുന്നു. ഈ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത്, നമ്മുടെ ഭൂമിയില്ലേ, സൂര്യനെ ഒരു നിശ്ചിത പദത്തിൽ കറങ്ങുന്നു എന്നുള്ള അതാണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പ്രത്യേക രീതിയിൽ കറങ്ങുന്നു കാണാം. അത് കുറേ ഗ്രഹങ്ങളും കറങ്ങുന്നുണ്ട് കൂട്ടത്തിലല്ലേ. സീസൺ ഒക്കേഴ്സ്, അതായത് ഇപ്പം മഴക്കാലവും അതുപോലെ തന്നെ ചൂടുകാലവും തണുപ്പും വിൻ്ററൊക്കെ വരുന്നതുകൊണ്ടാണ്. സോ റെവല്യൂഷൻ കാരണമാണ് സീസൺ ഒക്കെ അറിയുന്നത് അല്ലേ. വാട്ട് കോസ് ക്ലൈമറ്റ്